ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇത് ആരുടെ പേരിൽ അറിയപ്പെടും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് അനീഷിന്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. പക്ഷേ അനുമോൾക്കും അത്ര അധികം തന്നെ ഈ PR അല്ലാതെ ഒരു ജനപ്രീതി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ അനുമോൾ ചെയ്ത കുറേ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ സീസണിനെ തന്നെ പുറത്തറിയിച്ചത്. പക്ഷെ അതില് കുറെ അധികം വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. അതായത് അനുമോൾ ചെയ്തത് എന്തൊരു ചീപ്പ് ഗെയിമാണ്, ഒട്ടും ഫെയർ അല്ല, ഡേർട്ടി ഗെയിമാണ്, ഇത്തരത്തിൽ പല കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല അനുമോളുടെ ആ ഒരു ഗെയിമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അനുമോളുടെ ആ ഗെയിമിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ 50 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ പെണ്ണ് എവിക്റ്റ് ആകും എന്നൊക്കെയുള്ള വിനു എന്ന് പറയുന്ന PR പ്രസ്താവനയും ഇടയ്ക്കൊക്കെ വൈറലായി. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ അവസാനിക്കാത്തത് ഫസ്റ്റ് കിട്ടേണ്ടത് അനുമോൾക്കല്ല, അത് അനീഷിനാണ് എന്ന് പറയുന്ന ആ ഒരു ചർച്ചകളാണ് ഒട്ടും തന്നെ അവസാനിക്കാത്തത്. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഈ പറയുന്ന ചർച്ചകളല്ല. സ്ത്രീ വിരുദ്ധൻ എന്ന പേരിൽ എന്ന ലേബലിൽ ലാലേട്ടൻ ഈ ഒരു സീസണിലേക്ക് ആദ്യം പിടിച്ചു കയറ്റിയ അനീഷ് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിരുദ്ധത പോലും കാണിക്കാതെ അങ്ങനൊരു പേരിന് അർഹനായത്? അതിന്റെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ആ ഒരു ഇന്റർവ്യൂ ഇപ്പം ഒരു ദിവസമായി ആ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ലാലേട്ടന്റെ ആ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്ന് പറയുന്ന ലാലേട്ടന്റെ സ്ത്രീവിരുദ്ധ പരാമർശമല്ല, സ്ത്രീവിരുദ്ധൻ എന്ന ഒരു ടാഗ് ലാലേട്ടൻ അനീഷിന് കൊടുത്തു എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് അഞ്ജന നമ്പ്യാർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. സത്യത്തില് അഞ്ജനയുടെ ഇന്റർവ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ അഞ്ജനയുടെ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവർ നിന്നിട്ടുള്ള ഓരോ ദിവസവും ഈവൻ ലൈവ് ഒക്കെ അരച്ച് കലക്കി കുടിച്ചണക്കാണ് അഞ്ജനയുടെ ചോദ്യം ചോദിക്കല്. ഏറ്റവും കൂടുതൽ അഞ്ജന ചോദിച്ച് കുഴപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബിൻസീനെയൊക്കെയാണ്. ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ഇറങ്ങിയത് ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ ഇപ്പം ഈ അനുമോളുടെയും അക്ബറിന്റെയും ഷാനവാസിന്റെയും അനീഷിന്റെയും നെവിന്റെയും ഒക്കെ ഇന്റർവ്യൂ ഒന്നിച്ചു വന്ന സമയത്ത് നമുക്ക് അനീഷിന്റെ ഇന്റർവ്യൂ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്നതും അത് അവസാനമായി ഒന്ന് വന്നതും ഒക്കെ. അതില് അഞ്ജന നമ്പ്യാർ പറയുന്നുണ്ട് സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലാലേട്ടൻ അങ്ങനെ വിളിച്ച് കയറ്റിയത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഓഡീഷന്റെ സമയത്ത് അനീഷും ഈ പറയുന്ന അഞ്ജനയും തമ്മിൽ നല്ല അടി ഉണ്ടായിട്ടുണ്ട്, നല്ല തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തർക്കിക്കാനുള്ള പ്രധാന ഒരു കാര്യം ഈ സ്ത്രീ വിരുദ്ധൻ എന്ന പേര് നമ്മുടെ ലാലേട്ടൻ എന്നല്ല, ഇപ്പൊ ഈ അഞ്ജന നമ്പ്യാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അവരെല്ലാവരും ഒരേപോലെ കൊടുത്തൊരു പേരാണ് സ്ത്രീ വിരുദ്ധൻ.